ലോക പോലീസ് ചമയുകയായിരുന്നു അമേരിക്ക. ലോകശക്തിയെന്ന അഹങ്കാരവും ഉണ്ടായിരുന്നു. ഇതെല്ലാം പഴയ കഥ. നാലു ചുറ്റും ശത്രുക്കളുടെ വലയത്തിലാണ് അമേരിക്ക. ലോക പോലീസിന്റെ പല്ലിന്റെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നതും ഇല്ല. ഹൂതികളാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി. ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു സഖ്യം തന്നെ രൂപീകരിച്ചിരുന്നു. അതിനൊന്നും ഹൂതികളെ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് ബോട്ടലിന്റെ തുറന്നു പറച്ചിൽ. ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതൊന്നും ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും ബോട്ടൽ തുറന്നു പറയുന്നു. ഹൂതികൾക്കെതിരെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ വിന്യസിക്കുമ്പോൾ പസഫിക്കിൽ ചൈനയുടെ വെല്ലുവിളികൾ നേരിടുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് മുൻഗണനകളെ അത് ബാധിക്കുമെന്നും ജനറൽ വോട്ടൽ ഓർമ്മിപ്പിക്കുന്നു. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രോജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ ഹൂതി വിരുദ്ധ ക്യാമ്പയിൻ കഴിഞ്ഞ വർഷം മാത്രം അമേരിക്ക $2.5 ബില്യൺ ചെലവഴിച്ചതായി പറയുന്നു. ഹൂതികളുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾ ദശലക്ഷത്തിലധികമാണെന്നും ഒരു മിസൈൽ വിദഗ്ധനെന്ന നിലയിൽ ഹൂതികളുടെ വർദ്ധിച്ചുവരുന്ന മിസൈൽ കഴിവുകളിൽ താൻ ഞെട്ടിപ്പോയിരുന്നുവെന്നും ഈ മാസം ആദ്യം ഒരു പ്രതിരോധ ഫോറത്തിൽ അമേരിക്കൻ അക്വിസിഷൻ ആൻഡ് സസ്റ്റെയിൻമെന്റ് അണ്ടർ സെക്രട്ടറി ബിൽ ലാപ്ലാൻഡും വെളിപ്പെടുത്തിയിരുന്നു. ഹൂതികൾക്ക് ഇനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഈ രാജ്യങ്ങളുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം തടഞ്ഞിരിക്കുകയാണ്. ഹൂതികളുടെ ശക്തി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിക്കുമെന്നാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടർ പറയുന്നത്. ഹൂതികളുടെ പ്രഹരം അമേരിക്കയുടെ സൈനിക ശക്തിയെക്കുറിച്ചുണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടി മുൻ ജനറൽമാരും മാധ്യമപ്രവർത്തകരും രംഗത്ത് വന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമായിട്ടുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ വെസ്റ്റ് പോയിന്റ് മിലിറ്ററി അക്കാദമിയുടെ കോംബാറ്റിംഗ് ടെററിസം സെന്റർ ജേണലിന്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂതി മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കാരിയറിലും മിസൈൽ ഡിസ്ട്രോയറിലും പതിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. നിരവധി യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷ ഒരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് അവിശ്വസനീയമെന്നാണ് മുൻ അമേരിക്കൻ സൈനിക മേധാവിമാർ പറയുന്നത്.